ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി ഇന്നാണ് നമ്മൾ നാട്ടിൽ പോണ ദിവസം. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഈ ലാസ്റ്റ് ദിവസം ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം തന്നെ ലോണ്ടറി ആണ്. അപ്പോൾ തുണികളൊക്കെ അലക്കി സെറ്റാക്കി ആദ്യം എടുത്ത് വെക്കണം. പിന്നെ നമ്മുടെ ട്രോളീസ്, നമ്മുടെ പെട്ടികളെല്ലാം ഒന്ന് റാപ്പ് ചെയ്യാനുണ്ട്. സാധാരണ നമ്മൾ റാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് റാപ്പ് ചെയ്യുന്ന സാധനങ്ങൾ മേടിക്കണം. കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. മിതു എക്സൈറ്റഡ് ആണോ? അല്ലേ? നാട്ടിൽ പോ എക്സൈറ്റഡ് അല്ല? എപ്പോഴും ബിസിയാണ് നെവർ മൈൻഡ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കല്യാണത്തിനേക്കാൾ എനിക്ക് അച്ഛനെയും അമ്മേനെയും കണ്ണനെയൊക്കെ കാണുന്ന എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് കൂടുതൽ. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ അനിയന്മാരെ എല്ലാവരും വിളിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ലെറ്റ് സി എങ്ങനെയൊക്കെ ആയിരിക്കുന്നു. സെറ്റല്ലേ മിതോ? പെട്ടികളൊക്കെ ഇതാ മിതോ. അങ്ങനെ ഈ വർഷത്തെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ റോഡിലായിരുന്നു. 12 മണി ആയപ്പോൾ നമ്മൾ കാറിലായിരുന്നു. ചെറിയൊരു ഫൈവ് വർക്സും കാര്യങ്ങളൊക്കെ കാറിന് കാണാൻ പറ്റി. അപ്പം അത്ര മാത്രമേ ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായുള്ളൂ. എയർപോർട്ടിലെത്തി. ഇന്ന് ബാത്റൂം വരെ പോയിട്ട് വരാം. നമ്മുടെ ഫ്രണ്ട്സിനാണ് ഹാലിഫാക്സ്. അപ്പോൾ നമുക്ക് 2 hour ഡ്രൈവ് ഉണ്ട് നമ്മുടെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട്. ഓൾമോസ്റ്റ് 2 hours. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി അവരെ കൂട്ടി ഞങ്ങൾ എയർപോർട്ടിൽ വന്നു. എന്നിട്ട് അവരിപ്പോൾ കാറും കൊണ്ട് തിരിച്ചു പോയി. ഇനി നമ്മൾ വരുന്നവരെ കാർ അവരുടെ കയ്യിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഒരാൾ പോലും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ പെട്ടികൾ 1 2 3 4 5 6. അപ്പോൾ നമ്മൾ ചാടിത്തുള്ളി വന്ന് അല്ലേ മിതോ? വരുമ്പോൾ എന്തൊക്കെയായിരുന്നു ഹാപ്പി ന്യൂ ഇയർ. ഇതിലും അടിപൊളി ഒരു ഗിഫ്റ്റ് കിട്ടാനില്ല. ഞങ്ങൾക്കൊരു നല്ല അടിപൊളി ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടി. ഞാൻ കഥ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ചാൽ, നമ്മൾ ഇത് പിടിക്കോ വേണ്ട, അപ്പോൾ ഞാൻ പറയണതില്ലായിരിക്കില്ലേ. ഞങ്ങൾ ഹാലിഫാക്സ് ടു മോൺട്രിയൽ ടു ദുബായ്. പിന്നെ ഞങ്ങൾ ട്രാൻസിറ്റ് വിസയൊക്കെ എടുത്തു. 24 അല്ല 48 hours അല്ലേ. അപ്പോൾ നമുക്ക് റൂമൊക്കെ ഉണ്ടല്ലോ, എല്ലാം ബുക്ക്ഡാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ അവിടെ പോകുന്നു, എന്നിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുന്നു, എന്നിട്ട് ദുബായിലൊക്കെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുബായ് ടു കൊച്ചി, അത് എമിറേറ്റ്സ്. നല്ല ഫുഡൊക്കെ കഴിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ച് സെറ്റായിട്ട് ഞങ്ങളങ്ങോട്ട് വന്നു. എന്നിട്ടിപ്പോൾ എന്തായെന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ വന്നപ്പോൾ എയർ കാനഡ ആയിരുന്നു ഞങ്ങളുടെ ഇവിടുന്ന് മോൺട്രിയലിലേക്കുള്ള ഫ്ലൈറ്റ്. ബാക്കിയൊക്കെ എമിറേറ്റ്സ് ആയിരുന്നു. അങ്ങനെ എമിറേറ്റ്സും ഇവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എററാണോ എന്താ, ഞങ്ങളുടെ ഹാലിഫാക്സ് ടു മോൺട്രിയൽ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് നമ്പർ ഇല്ല, അതിൽ അവർക്ക് കാണാനില്ല. അതുകൊണ്ട് അവർക്ക് നമ്മളെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഞങ്ങൾ ഒരുപാട് അവരോട് സംസാരിച്ച് നോക്കി. നമ്മൾ ലിറ്ററലി അവരോട് ബെഗ് ചെയ്ത് നോക്കി. കാരണം നമ്മൾ ഓൾറെഡി 3rd എത്തണം. ഇപ്പോൾ തന്നെ ഈ ന്യൂ ഇയർ ക്രിസ്മസ് ഹോളിഡേ സീസൺ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് എപ്പോൾ കിട്ടും എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് അറിയില്ല. പിന്നെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും അങ്ങനെ. പക്ഷെ നമുക്ക് കല്യാണം വേറെ ഇതുണ്ടല്ലോ, അതും പിന്നെ മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. എല്ലാം സെറ്റായി, ചെക്കനും പെണ്ണും വന്നാൽ മതി ആയിട്ടാ കല്യാണം നിൽക്കണം. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഞങ്ങൾ രാത്രി 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം എത്രയാടാ? 8:30 കഴിഞ്ഞു.
ഞങ്ങൾ ഇതുവരെ ഒരു പോലെ കണ്ണടിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഫുൾ ടെൻഷൻ അടിച്ച് അവിടെ അവരോട് എങ്ങനെ പറഞ്ഞ് നോക്കാൻ പറ്റുമോ അത്രയും ഞങ്ങൾ സംസാരിച്ച് നോക്കി. അവർ ഭയങ്കര റൂഡായിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്തത്. പറഞ്ഞാൽ ഭയങ്കര റൂഡായിട്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു പ്രോബ്ലം ഒരു കസ്റ്റമർ പറയുമ്പോൾ ലൈക്ക് അവർക്ക് നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ പോലും നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴും ഭയങ്കര റൂഡായിട്ട് നിങ്ങൾ പോയി നിങ്ങളുടെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള രീതിയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഭയങ്കര മോശമായിട്ട് സംസാരിച്ചത്. ഞങ്ങൾക്ക് ലിറ്ററലി എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥ അറിയാതെയായി. പിന്നെ നമുക്ക് കല്യാണം നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നെ നമ്മുടെ ഷിനുച്ചേട്ടൻ ഉള്ളത് കൊണ്ട് ഏട്ടൻ ഞങ്ങൾക്ക് വേറെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നു. മറ്റത് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തില്ല. അത് ഫുൾ കൺഫ്യൂഷൻസ് ആയിരുന്നു അവർക്ക്. അവിടെ സംഭവം അവരെന്തോ സിസ്റ്റത്തിൽ എന്തോ എററായിരുന്നു. പക്ഷേ അതവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അതിനൊരു സൊല്യൂഷൻ അവർ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നമൊന്നും അവർ സമ്മതിക്കണമെന്നില്ല. കാരണം ഞങ്ങളുടെ പോലെ തന്നെ പ്രശ്നമായിട്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ മിഥുവിന് ലൈഫിൽ ഒരിക്കലും വരാൻ ഇഷ്ടമല്ലാത്തൊരു ഫ്ലൈറ്റാണ് എയർ ഇന്ത്യ. ഒരു തവണ അവൻ വന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, നാട്ടിൽ വന്നിട്ട് ഒരാഴ്ചത്തോളം അവൻ കിടപ്പില്ലായിരുന്നു. ആ ഒരു ക്ഷീണം മാറാതെ അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ വേറെ നിർവാഹമില്ല. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാലിഫാക്സ് ടു ലണ്ടൻ, ലണ്ടൻ ടു ഡൽഹി, ഡൽഹി ടു കൊച്ചി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ എമിറേറ്റ്സ്, ബുർജ് ഖലീഫ, ഫുഡ് എന്തൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാ. അപ്പോൾ ഇരിക്കുന്ന ഇരുത്തം കാണണം. അല്ലടാ കല്യാണത്തിനെങ്കിലും എത്താൻ പറ്റിയത് അതന്നെ വലിയ കാര്യം. പക്ഷെ അതെ അവരൊരു ഇന്ത്യനായിരുന്നു. എന്നിട്ട് അവർ ഭയങ്കര മോശമായിട്ട് ഞങ്ങളോട് പെരുമാറിയ. പിന്നെ നമ്മളൊരു പൊസിഷനിലിരിക്കുമ്പോൾ നമ്മളോടൊരു കസ്റ്റമർ വന്നിട്ടൊരു കാര്യം പറയുമ്പോൾ ഞാൻ പണ്ട് അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതല്ലല്ലോ. അപ്പോൾ എന്താണോ നമ്മുടെ പ്രശ്നം അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരിക എന്നുള്ളതാണ്. പക്ഷെ ഇവർ ഭയങ്കര മോശമായിട്ടാണ് വരുമ്പോൾ ഭയങ്കര മോശം. ഇനി ഒരിക്കലും എയർ കാനഡയിൽ ട്രാവലേ ചെയ്യരുതെന്ന് തോന്നിയ പോലെ ആയിപ്പോയി. പക്ഷേ നമ്മുടെ ഈ പ്രോബ്ലംസൊക്കെ നമ്മൾ ടാക്കിൾ ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ചെക്ക് ഇൻ ചെയ്തു. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ടിക്കറ്റ്സ് വെച്ച് ചെക്ക് ഇൻ ചെയ്തതിൻ്റെ ശേഷം അവിടെ മാനേജർ നിൽപ്പുണ്ടായിരുന്നു. അതൊരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. മൂപ്പരോട് പോയിട്ട് ഞങ്ങൾ ലൈക്ക് എനിക്കിതിങ്ങനെ അഡ്രസ്സ് ചെയ്യണം ഇഷ്യൂ എന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് അവരോട് സംസാരിച്ചു. അങ്ങനെ മൂപ്പരോട് സംസാരിച്ച് ഭയങ്കര റൂഡായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയതെന്നും ഒരിക്കലും നമ്മൾ ഡിസേർവ് ചെയ്യുന്നില്ല. അങ്ങനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറഞ്ഞപ്പോൾ മനസ്സിന് സന്തോഷം. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് കുഴപ്പമില്ലാതെ ഡോളറിൻ്റെ കുറച്ച് കൂപ്പൺസൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ പോയി ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവർ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങളോട് കുറേ സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ചെറിയൊരാശ്വാസം. സാലറി ദുബായ് അവിടെ തന്നെ ഉണ്ടാവില്ലേ. നല്ല മനുഷ്യനാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാഫ് കണ്ടപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളിതിന് രണ്ടാമത് ചെക്ക് ഇൻ ചെയ്യാൻ പോയപ്പോൾ ഈ നേരത്തെ വന്ന സൂപ്പർവൈസർ ഇന്ത്യൻ എന്ന് പറഞ്ഞില്ലേ, അവർ വന്നിട്ട് ഓടി വന്നിട്ട് ഇവർക്കൊരു പ്രശ്നം ഉണ്ടായില്ലോ. ഓൾറെഡി ചെക്കിനൊക്കെ ക്ലോസ് ചെയ്തു ഞങ്ങളുടെ മറ്റേ ഫ്ലൈറ്റിൻ്റെ. എന്നിട്ട് വന്നിട്ട് അവർക്കത് അറിയാം പുതിയ ടിക്കറ്റ്സ് ആണെന്ന്. ഇവരുടെ പ്രശ്നം സോൾവ് ആയില്ല. എല്ലാം അങ്ങനെ എമിറേറ്റ്സിൻ്റെ തലയിലിട്ടിട്ട് അവർ മെയിനാകാൻ വന്നേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഗേറ്റിൻ്റെ അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അതേ സമയത്ത് ഞങ്ങളോട് ഇതുപോലെ റൂഡായിട്ട് പെരുമാറിയ വേറൊരു എങ്ങനെയാ ഇപ്പോൾ പറയുക, ഒരുത്തന്നൊക്കെ പറയാൻ പാടുള്ളൂ, വേറൊരാൾ ഭയങ്കര എന്താ ഇത് നിങ്ങളുടെ കുറേ സമയം എടുത്തില്ലേ. നമ്മൾ നല്ല ഓർമ്മയുണ്ട്. ഇവരുടെ അടുത്തേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ ആട്ടി വിടുക ചെയ്തേ. നമ്മളവർക്കൊരു ട്രബിളാന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തി ടീമാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ വയറ് നിറച്ച് കിട്ടണേന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അത് ആ വിഷയം അഡ്രസ്സ് ചെയ്തപ്പോഴെങ്കിലും ഇത്തിരി ഒരു ആശ്വാസമുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാ പ്ലാനും പാളി. നമ്മൾ എത്ര പ്രതീക്ഷയോടെ വന്നാണ്. നമ്മൾ ന്യൂ ഇയർ ആയിട്ട് തന്നെ അത് നല്ല തുടക്കം, പിന്നെ ആ വർഷം അടിപൊളിയായിരിക്കും, അങ്ങനത്തെ ഒരു സംഭവമൊന്നും എനിക്ക് പേഴ്സണലി ഇല്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു തുടക്കമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. തലവേദനിച്ചിട്ട് വയ്യ. അപ്പം അങ്ങനെയൊക്കെയാണ്
എൻ്റെ ന്യൂ ഇയർ ഞാൻ ഇനി കല്യാണ വ്ളോഗായിട്ട് വരാന്നൊക്കെ പറഞ്ഞു ട്രാവൽ വ്ളോഗായിട്ട്. സത്യം പറഞ്ഞ സങ്കടം വന്നു. ഇനി നമുക്ക് കല്യാണം മാറ്റി വയ്ക്കാൻ പറ്റുമോ? ആൾക്കാരെ വിളിച്ച് ഫുഡ് സെറ്റാക്കി, ഡ്രസ്സും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി. ലാസ്റ്റ് മിനിറ്റ് ചെക്കനും ചെറിയൊരു ചേച്ചിൽ ചെക്കനും വീടിന് വരാൻ പറ്റില്ല. 3-ാം തീയതി എത്തിയിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് അതിൽ 7-ാം തീയതി കല്യാണം കഴിക്കാൻ. 7-ാം തീയതി രാവിലെ എത്തിയൊരു കഥയുണ്ടോ? ഞങ്ങളുടെ ക്ഷണിച്ചായിട്ട് സെറ്റാക്കി തന്നതുകൊണ്ട്. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ലേവർ അധികം ഇല്ല, അതുകൊണ്ട് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഞങ്ങളുടെ എത്താൻ. പക്ഷെ ഞങ്ങൾ 3-ാം തീയതി പുലർച്ചെ എത്തേണ്ടത് ഞങ്ങൾ 2-ാം തീയതി രാത്രി എത്തുന്നുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റ് എടുത്തു. നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ എമിറേറ്റ്സ് എക്സ്പെക്ട് ചെയ്ത് പോയല്ലേ. അങ്ങനെ ഞങ്ങൾ എയർ കാനഡയിലാണ് ലണ്ടൻ വരെ പോയത്. പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, അതൊക്കെ കഴിച്ചു. അങ്ങനെ ലോങ് ജേർണി ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലണ്ടനിലെത്തി. അപ്പോഴും എക്സൈറ്റ്മെൻറ്റാണ്. ഇനിയിപ്പോൾ വിചാരിച്ചതിനേക്കാളും നേരത്തെ വീട്ടിലെത്തുമല്ലോ എന്ന്. പക്ഷെ പിന്നെ ഞങ്ങൾ നടന്നത് ഫുൾ ട്വിസ്റ്റുകളായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് 9:20-ക്കാണ്. 10 മണിക്ക് ഞങ്ങളുടെ ലണ്ടൻ ടു ഡൽഹി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യും. ഞങ്ങൾ ഓടിപ്പടച്ച് അവിടെ എത്തി, ഗേറ്റിൻ്റെ അവിടെ എത്തി. ബോർഡിങ് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ബോർഡിങ് പാസ് സ്കാൻ ചെയ്തപ്പോൾ ഫുൾ ഇങ്ങോട്ട് റെഡ് മയം. അങ്ങനെ അവർ വീണ്ടും റീചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ അവർ നമ്മൾ നാളേക്കുള്ള ഫ്ലൈറ്റിനെ റീഷെഡ്യൂൾ ചെയ്തിരിക്കണു. നമ്മുടെ ഫ്ലൈറ്റ് ഇതിൽ നമുക്ക് പോകാൻ പറ്റില്ല എന്ന്. വീണ്ടും ട്വിസ്റ്റിൻ്റെ പൊന്നി ആരക്കണി കണ്ടിറങ്ങിപ്പോയി എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു. ദ വേഴ്സ്റ്റ് ന്യൂ ഇയർ എവർ എന്ന് പറയാം. ന്യൂ ഇയർ ആയിട്ട് ഇതുവരെ ഒരു സ്ഥലത്ത് ഭൂമിയിൽ നിൽക്കാനുള്ള സമയം കിട്ടില്ല, ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പം അറ്റ് പ്രസൻറ്റ് ഒരു പ്ലാനും ഇല്ലാണ്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ്. ഞങ്ങൾക്കറിയാൻ പാടില്ല എന്തൊക്കെ നടക്കണേന്ന്. ഇതോ അങ്ങനെ നമ്മുടെ വിസ ഇല്ലാണ്ട് ലണ്ടനിൽ കല്യാണത്തിന് മുന്നേ ഒരു കല്യാണത്തിന് എന്തൊക്കെ കാണണം. എന്താണ് ഈ വേളയിൽ മിഥുന് പറയാനുള്ളത്? മരവിച്ചത്ര മടുത്ത് ചിരിക്കണോ കരയണോ? ഞങ്ങളുടെ ഇപ്പോഴത്തെ സംശയം ഇതും കൂടി അപ്പോൾ ഉറപ്പിച്ച് ഇനിയിപ്പോൾ നമുക്ക് നാളെ ഇവിടുന്ന് കയറി കിട്ടിയാൽ ബഹ്റൈനിൽ ഇറങ്ങാൻ പറ്റിയാൽ അവിടുന്ന് കൊച്ചിക്ക് വരാൻ പറ്റുമോ എന്നുള്ളത് അപ്പോഴത്തെ ചോദ്യമാണ്. അതുകൊണ്ട് അതിനെ പറ്റിയൊന്നും പറയല്ലേ. സത്യം പറയില്ല, ചിരിക്കണമെങ്കിൽ നല്ല സങ്കടമുണ്ട്. ഞങ്ങൾ 31-ാം തീയതി രാത്രി ഇറങ്ങിയതാണ്. ഞങ്ങൾ ഹാലിഫാക്സ് വഴി ലണ്ടൻ വഴി ഇനി ബഹ്റൈനിൽ പോകണം. ദുബായ് ട്രാൻസിറ്റ് വിസ ഒക്കെ ഇരുന്നിരുന്ന ആൾക്കാരെ ഞങ്ങളെന്തോ ഇത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് അതെ, അപ്ലൈ ചെയ്ത് ദുബായ് വിസ കിട്ടിയത് UK ആണെന്ന്. എന്തായാലും അപ്പം നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് അപ്പം എങ്ങനെയാ? അതിന് ചേഞ്ച് എന്തെങ്കിലും ഉണ്ടാവുമോ? പഴയ പോലെ തന്നെ അല്ലേ? പാസ്പോർട്ട് അവിടെ ഉണ്ടല്ലോ. അപ്പം ഇനി നമുക്കിവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. കുറേ എന്ന് വെച്ചാൽ നമ്മുടെ ഒട്ടുമിക്ക ഫ്രണ്ട്സൊക്കെ ഇവിടെയാണ്. പക്ഷെ ഇപ്പോഴും സമയം 10-10:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം അവരെ കാണാൻ പറ്റുമോ ഇല്ലയെന്ന്. അവർക്ക് ആർക്കും ഞങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റില്ല എന്തായാലും. ഭയങ്കര കോയിൻസിഡൻസ് ആയി. അവിടെ ആയിരിക്കില്ല ഫ്രണ്ടിലെ കളിയിലോ അതൊക്കെ. ഇനി ബാഗേജൊക്കെ എങ്ങനെ ഒന്നും അറിയില്ല ഗൈസ്. നമുക്ക് കാണാം. എന്തായാലും ഒരു എൻ്റർടൈനിങ് ആയിട്ടുണ്ട് കാനഡ. വാവ്, രസമുണ്ട്. കല്യാണം 7-ാം തീയതി നടക്കണം, അത് മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ. അങ്ങനെ ഞങ്ങൾ പുലർച്ച വീണ്ടും സമയം നമ്മുടെ കയ്യിലല്ല. ഇതോ 1-ാം തീയതിക്ക് ഭയങ്കര നീളം കൂടുതലായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ ടെർമിനൽ ഇന്ത്യ പോകുന്നൊരു പാടല്ലേ. ആണേ, ഇതിലെങ്കിലും ശരിയാവും നമുക്ക് വിചാരിക്കാം. പിന്നെ നമുക്ക് ഗൾഫ് എയർ അല്ലേ, അങ്ങോട്ട് പോയിട്ടില്ല. ഇങ്ങനെ ഒരു എയർലൈനെ പറ്റി അറിയില്ല.
നമുക്ക് നോക്കാം. ഇനി ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ട് വരും. ഞാൻ വേറെ ഒന്നും ഞാൻ ഇനി പറയാനില്ല. നമുക്ക് ഫ്ലൈറ്റിന് ഇനിയും ടൈം ഉള്ളതുകൊണ്ട് നമ്മളവിടെ ലണ്ടൻ എയർപോർട്ടിൽ ഫുള്ള് കറങ്ങി ചുറ്റി തിരിഞ്ഞ് നടന്നു. അങ്ങനെ അവിടെ ഒരു ഒബ്സർവേഷൻ ഡെക്ക് എന്നുള്ള ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലൈറ്റുകൾ വരുന്നതും പോണൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇപ്പോഴും ഞങ്ങൾക്ക് വലിയ ഉറപ്പൊന്നുമില്ല നാട്ടിൽ എന്ന് എത്താൻ പറ്റുമെന്ന്. കാരണം ഓരോ സ്ഥലം ഇറങ്ങുമ്പോഴും ട്വിസ്റ്റുകളാണല്ലോ. പിന്നെ ബഹ്റൈനിലെത്തിയിട്ട് നോക്കാം അവിടുത്തെ കാര്യങ്ങളെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബഹ്റൈനിലെത്തി. അവിടെ നിന്ന് ഇനി വേറെ ട്വിസ്റ്റ് ഒന്നും ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ ഗേറ്റിലേക്ക് പോയത്. അവിടെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ നമുക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത് കൊച്ചിയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ബഹ്റൈനിൽ കൊച്ചിയിലുള്ള ഫ്ലൈറ്റിൽ കയറി. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ എത്തില്ല. ആ ലാസ്റ്റ് കടമ്പകൾ കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഓരോന്നൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് അപ്പോഴത്തേനും നമ്മൾ കൊച്ചി എത്തി ഗായ്സ്. അപ്പം മനസ്സിലുണ്ടായൊരു സന്തോഷമുണ്ടല്ലോ. സംഭവം ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനവിടെ ഇറങ്ങിയിട്ടുള്ള വീഡിയോ എടുക്കാൻ എൻ്റെ അനിയനെ ഏൽപ്പിച്ചു. അതൊന്നും വൃത്തിയിൽ ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് ആ വീഡിയോ എൻ്റെ കയ്യിലില്ല. പിന്നെ മിഥുനെ പിക്കാൻ മിഥുവിൻ്റെ സൈഡിൽ നിന്നും എന്നെ പിക്കാൻ എൻ്റെ സൈഡിൽ നിന്നും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. എന്നെ മാത്രം പിക്കാൻ 2 കാറിലാണ് എൻ്റെ എല്ലാ കസിൻസും അച്ഛനും അമ്മയും എല്ലാം. എന്താ കണ്ണിങ്ങനെ ഉണ്ടായിക്കണേ? ആരൊക്കെ ഏതൊക്കെ കാറിൽ കയറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അതൊക്കെ ടാക്കിൾ ചെയ്ത് ഞങ്ങൾ അങ്ങനെ നേരെ ആനന്ദഭവനിൽ പോയി മസാല ദോശ കഴിച്ചു. ഇത്രയും ആൾക്കാർ എന്നെ വിളിക്കാൻ വേണ്ടി വന്നവരാ. ഇങ്ങനെ ഉണ്ട് എൻ്റെ ഫാമിലി പവറാണത്. എനിക്കാണോ? നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട റിസപ്ഷൻ? നിങ്ങൾ കല്യാണത്തിന് അന്ന് എന്താ ഇടുന്നേ? നാടുവട്ടത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അതിൽ കുറെ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഇവിടെ മന്തിയോ? അത് 120 മന്തിന്ന് വെച്ചിരിക്കണേ. ഈ റോഡൊക്കെ ഈവൻ വേഴ്സായി. ഇവിടെ പുതിയ കുഴി വന്നില്ലേ? ഈ കുഴി ഉണ്ടായില്ല ഞാൻ പോകുമ്പോ. ഇതൊന്നും ഉണ്ടായില്ല. ഇത് മറ്റേ പൈപ്പ് ലൈൻ എടുത്തതാവൂല്ലേ? വേറെ മാറ്റങ്ങളൊക്കെ കേട്ടാ. വീഡിയോ ആണ്. ബസ് സ്റ്റാൻഡൊക്കെ അതേപോലെയാണ്. ഇതെന്താ നടക്കണേ? ഫാന്റാസ്റ്റിക് എങ്ങനെയാണ്? ഫാന്റാസ്റ്റിക്കിന്റെ പേരുണ്ടോ? ഓ, നമ്മുടെ റോഡ് തിരിച്ചറിയണ ചെറിയൊരു വ്യത്യാസം വന്നിട്ട് ഒരു ഓൺ വോയിസ് ഒരു വീഡിയോ ഇടാൻ സമ്മതിക്കരുത്. ഇത് ഞങ്ങളുടെ ഭജന പടം. ഇവിടെ മധുര കിട്ടിയില്ലേ? കുളിച്ചിട്ടുണ്ടോ പോരെ? അത് പന്തലിട്ടേ, എന്റെ കല്യാണത്തിന് പന്തലിട്ടേ. എനിക്ക് എന്റെ വീട്ടിൽ കയറണം. അങ്ങനെ ഇത് വീട്ടിലെത്തി. ഈ കാണുന്നതാണ് എൻ്റെ വീട്. വീടൊക്കെ ഫുൾ കല്യാണ പ്രിപ്പറേഷനോടെ ഓണായിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ഇനി ഫുൾ നമ്മുടെ വെഡ്ഡിങ് വ്ളോഗ്സും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.